അടുത്ത വർഷം നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ പ്രഖ്യാപിച്ചു. ടി.വി.കെ നേതൃയോഗത്തിലാണ് പ്രഖ്യാപനം. AIADMK സഖ്യത്തിലേക്കുള്ള BJP ക്ഷണം വിജയ് തള്ളി. கொள்கை எதிரிகள் மற்றும் பிளவுவாத சக்திகளுடன் என்றைக்கும் நேரடியாகவோ மறைமுகமாகவோ கூட்டணி இல்லை என்பதில் தமிழக வெற்றிக் கழகம் மிக உறுதியாக இருக்கிறது. தமிழக வெற்றிக் கழகம் தலைமையில் அமையும் கூட்டணி எப்போதும் திமுக மற்றும் பாஜகவுக்கு எதிரானதாகத்தான் இருக்கும் என்பதையும் அதில் சமரசம் என்ற பேச்சுக்கே இடமில்லை என்பதையும் ഉറുതിപട செயற்குழு വായിലാകെ தெரிவித்துக் കൊள்கிறோம். മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, പ്രതീക്ഷിച്ച തീരുമാനം തന്നെയാണ്, അപ്രതീക്ഷിതമെന്ന് പറയാനില്ല. പക്ഷേ കന്നി അംഗത്തിൽ പുതിയ പാർട്ടി സഖ്യങ്ങളില്ലാതെ ഒറ്റയ്ക്ക് തന്നെ പോരാടാനാണോ തീരുമാനം? കൂട്ടത്തിൽ BJPക്കും വിമർശനം. സുഹൈൽ, ഒറ്റയ്ക്ക് നീങ്ങാനാണ് വിജയുടെ തീരുമാനം. അത് എത്രത്തോളം ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തമിഴക രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് വിജയ് 2026 തെരഞ്ഞെടുപ്പിൽ AIADMK സഖ്യത്തിലേക്ക് വരുമോ, അതായത് BJP കൂടി ഉൾപ്പെട്ട സഖ്യത്തിലേക്ക് വരുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന് വിജയ് തന്നെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു. താൻ ആ സഖ്യത്തിലേക്കില്ല. അതായത് വിജയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. DMK BJP ഈ രണ്ട് പാർട്ടികളും തങ്ങളുടെ ശത്രുക്കളാണ്. ആ രണ്ട് പാർട്ടികളുടെയും സഖ്യത്തിലേക്ക് താങ്കൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും AIADMKയും BJPയും തമ്മിൽ സഖ്യത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വിജയ് ആ ഒരു സഖ്യത്തിലേക്ക് ഇല്ല എന്ന് കൂടി പറയുകയാണ്. ഒപ്പം തന്നെ BJPക്കെതിരെ കടുത്ത വിമർശനമാണ് വിജയ് ഇന്ന് ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയുമായി നേരിട്ടോ അല്ലാതെയോ തങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയും അണ്ണാദുരയെ പോലെയുള്ള നേതാക്കളെയൊക്കെയും അപമാനിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ രാഷ്ട്രീയത്തിന് കൂടി താൻ നിന്നു കൊടുക്കില്ല. തമിഴക രാഷ്ട്രീയം ഒരിക്കലും BJPക്കൊപ്പം നിൽക്കില്ല എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ആ സഖ്യത്തിലേക്കില്ല എന്ന് വിജയ് പറയുന്നു. രണ്ടാമതായി പ്രധാനമായിട്ടും ഉണ്ടായത് MK സ്റ്റാലിനെ ഇന്ന് വിജയ് നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതായത് പരന്തൂർ വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അവിടെ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു. ഏതാണ്ട് 15,000-ഓളം ജനങ്ങൾ അവിടെ നിരന്തരമായി സമരത്തിലാണ്. അപ്പോൾ അവരെ കൂട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്ന് സമരം ചെയ്യുമെന്ന് കൂടി വിജയ് പറഞ്ഞു വെക്കുകയാണ്. ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആ വിജയ് ഇതുവരെയും കടന്നിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമരവേദിയിൽ അങ്ങനെ വിജയിയായി തീരുമാനിച്ച് ഉറപ്പിച്ച് ഒരു പ്രതിഷേധം ഇതുവരെ അങ്ങനെ നടത്തിയിട്ടില്ല. പക്ഷേ അത് സ്റ്റാലിൻ്റെ മുന്നിലേക്ക് വന്ന് സമരം ചെയ്യും എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് 24 പ്രമേയങ്ങൾ TVK എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാസ്സാക്കുകയും ചെയ്തു. അത് ഓരോന്നും ഓരോ ജില്ലയിലുള്ള ജനങ്ങളെ, ഓരോ പ്രത്യേക ജനവിഭാഗങ്ങളൊക്കെയും പ്രതിനിധീകരിക്കുന്ന തരത്തിൽ തൻ്റെ രാഷ്ട്രീയം കുറച്ചുകൂടി വിപുലപ്പെടുത്തി അതിൽ കുറേയധികം ജനവിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്ന തരത്തിലേക്ക് വിജയ് തൻ്റെ തീരുമാനങ്ങൾ മാറ്റുകയാണ്. അത്തരത്തിലൊരു ഒറ്റയ്ക്ക് പോരാടുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ വന്നു. വിജയ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വിജയ് അംഗീകരിക്കുന്നവരോടൊപ്പം മാത്രം കൂട്ടുകൂടും. അതായത് ഈ തമിഴ്നാട് മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ ഇപ്പോൾ തന്നെ TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു പാർട്ടി ഇതുവരെയും വിജയ്ക്ക് അങ്ങനെ അനുകൂലമായി വന്നിട്ടുമില്ല. അപ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വളരെ നിർണായകമാണ്. കാരണം ഒറ്റയ്ക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളൊരു തീരുമാനം, ആദ്യ മത്സരം, അതിൽ എത്രത്തോളം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കാൻ കഴിയും, എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പ്. പല നടന്മാരും പാർട്ടികളുമൊക്കെയായി വന്നിട്ട് പിന്നീട് ഒരു തരത്തിലും വിജയിച്ചു പോകാത്ത സ്ഥിതിയൊക്കെയും സമീപ രാഷ്ട്രീയത്തിൽ തമിഴ്നാട് കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നിർണായക തീരുമാനമായിരിക്കും വിജയ് എടുത്തിരിക്കുന്നത്. ഇതിൽ വിജയ്ക്ക് ജയിക്കാൻ കഴിയുമോ അതോ പൊള്ളുമോ എന്നുള്ളത് നിർണായകമായിരിക്കും. സുഹൈൽ, എന്തായാലും കന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അംഗത്തിൽ പാർട്ടി തനിച്ച് മത്സരിക്കുന്ന ആരോടും വിധേയപ്പെടുന്നില്ല, ആരോടും സഖ്യമില്ല. എന്തായാലും കണ്ടറിയാം വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.